നല്ലൊരു ഫീൽ ഗുഡ് മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ റിയൽ പെയിൻ ഓഫർ ചെയ്തിരുന്നത്. എൻ്റെ രണ്ട് കസിൻസ് ആയിട്ടുള്ള ആളുകൾ ഒരു യാത്രയുടെ ഭാഗമായിട്ട് കണ്ടുമുട്ടിയും അവരുടെ മുത്തശ്ശി ജനിച്ചു വളർന്ന ഒരു സ്ഥലങ്ങളിലൂടെ ഒരു യാത്രയുടെ ഇടയിൽ സംഭവിക്കുന്ന ചില രസകരങ്ങളായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ആൻഡ് ജെസ്സി ഐസൻബർഗാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇക്കഴിഞ്ഞ ഓസ്കർ അവാർഡ്സിൽ ഇതിലത്തെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇതിലത്തെ കീറൻ കൽക്കിന്റെ അവാർഡ് ശരിക്കും ആ ഒരു അവാർഡ് നേടിയിരുന്നു. കിടിലനായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പടം കാണുമ്പോൾ മെയിനായിട്ട് ആ ഒരു സ്റ്റോറി എന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ ആ ഒരു മ്യൂസിക്കിന് നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ പോളണ്ടിലുള്ള ചില സ്ഥലങ്ങളിലൂടെയുള്ള ആ ഒരു യാത്രയിൽ നമുക്ക് പലയിടത്തും നമ്മളെ അത്രത്തോളം ഹുക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് അവിടെ കൊണ്ടുനിന്ന് ആ ഒരു വിഷ്വൽസ് കാണുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ ആ ഒരു സ്റ്റോറിയും പ്ലസ് ആ ഒരു മ്യൂസിക്കും കൊണ്ടുപോയിട്ടുള്ളത്. ഒരുപാട് നല്ല മെസ്സേജ് ഓഫർ ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം തന്നെ ആ ഒരു റിലേഷൻഷിപ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ഈ ഒരു സിനിമ നല്ല രീതിയിലുള്ളൊരു മെസ്സേജ് തരുന്നുണ്ട്. ആൻഡ് ഈ ഒരു പടം നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു യാത്ര പോയാലെന്നുള്ളത്. പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന യാത്രകൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ബ്യൂട്ടി ഉണ്ടാവും. കാരണം എൻഡ് ഓഫ് ദ ഡേ അത് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് തരും അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യും. ആൻഡ് തീർച്ചയായിട്ടും കണ്ടുപോകുക. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്താത്ത ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എ റിയൽ പെയിൻ. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം. പടം ജിയോ സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്.